എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. MSc സെറ്റ് കഴിഞ്ഞ എല്ലാവരുടെ ഒരു ആഗ്രഹമായിരിക്കും ഹയർ സെക്കൻഡറി അധ്യാപിക ആവുക എന്നുള്ളത്. അതിനുള്ള ഒരു സുവർണ അവസരമാണ് ഇനി വരാൻ പോകുന്നത്. കേരള PSC ഉടൻ തന്നെ HSST സുവോളജി നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതായിരിക്കും. കേരള PSCയുടെ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഈ 2 വർഷം പൂർത്തിയാകുമ്പോഴേക്കും അടുത്ത നോട്ടിഫിക്കേഷൻ കേരള PSC വിളിക്കാറുണ്ട്. 2025 ഒക്ടോബർ അവസാനത്തോടെ നിലവിലുള്ള HSST സുവോളജി റാങ്ക് ലിസ്റ്റ് 2 വർഷം കാലാവധി പൂർത്തിയാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. HSST സുവോളജിയുടെ കാറ്റഗറി നമ്പർ നോക്കുക. 21-ലാണ് ഇതിനു മുന്നേ നോട്ടിഫിക്കേഷൻ വിളിച്ചത്. റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 30/10/2023. അപ്പൊ അതുകൊണ്ട് തന്നെ 2025 ഒക്ടോബർ അവസാനത്തോടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 2 വർഷം പൂർത്തിയാവുന്നതാണ്. നല്ലൊരു സ്കെയിലാണ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ലഭിക്കുന്നത്. സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 45,000 മുതൽ 95,000 വരെയാണ് അതിന്റെ ഒരു സ്കെയിൽ വരുന്നത്. ഈ ഒരു ഹയർ സെക്കൻഡറി പോസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും MSc സെറ്റ് കഴിഞ്ഞ എല്ലാവർക്കും ലഭിക്കാവുന്ന നല്ലൊരു പോസ്റ്റ് തന്നെയാണ്. HSST സുവോളജിയുടെ അഡ്വൈസ് പോയേക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിലവില് 40ഓളം അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാവാനായിട്ട് ഇനിയും 1 വർഷത്തിൽ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒത്തിരി അഡ്വൈസുകൾ പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. OCയില് 20 വരെ അഡ്വൈസ് പോയിട്ടുമുണ്ട്. HSST സുവോളജിയുടെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിന്റെ കട്ട് ഓഫ് ആണ് കൊടുത്തിരിക്കുന്നത്. 38.67 ആണ് വരുന്നത്. ഈ ഒരു കട്ട് ഓഫിനുള്ളിൽ ഉൾപ്പെടാനായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഒന്ന് സിലബസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പഠനം, മറ്റൊന്ന് മുൻകാല ചോദ്യപേപ്പറുകൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. കട്ട് ഓഫിനുള്ളിൽ ഉൾപ്പെടുക എന്നുള്ളത് മാത്രം ആയിരിക്കരുത് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത്. ഹൈ റാങ്ക് തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമാണ് അപ്പോയിന്റ്മെന്റ് സാധ്യത അവിടെ വരുന്നുള്ളൂ. ഇതില് സിലബസ് അടിസ്ഥാനപ്പെടുത്തി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ മുൻകാല ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകൾ വർക്ക്ഔട്ട് ചെയ്യുക. PSC തന്നെ നടത്തിയിട്ടുള്ള HSST VHSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, സെറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, നെറ്റിന്റെ എന്ന് പറയുമ്പോൾ ബി പാർട്ട് മാത്രം നോക്കിയാൽ മതിയാവും. നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. PSCയുടെ പ്രത്യേകത 100 ചോദ്യം ഉണ്ടാകും. ഓരോ ചോദ്യത്തിന് ഓരോ മാർക്ക് വീതമായിരിക്കും. അതേപോലെ തന്നെ തെറ്റുത്തരത്തിന് അവിടെ നെഗറ്റീവ് മാർക്സ് വരുന്നുണ്ട്. ഒരു ചോദ്യം തെറ്റിയിട്ടുണ്ടെങ്കിൽ 0.33 മാർക്സ് അവിടെ നെഗറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്സ് മാക്സിമം അവോയ്ഡ് ചെയ്ത് ഹൈ റാങ്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. HSST സുവോളജിയുടെ സിലബസിൽ വരുന്ന മെയിൻ കോണ്ടന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എവല്യൂഷൻ, ഫിസിയോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ഇമ്യൂണോളജി, ദെൻ സൈറ്റോളജി, മോളിക്കുലർ ബയോളജി, ബയോടെക്നോളജി, ജെനറ്റിക്സ്, ഡെവലപ്മെന്റൽ ബയോളജി, എക്കോളജി, ബയോസ്റ്റാറ്റ്, ബയോഫിസിക്സ്, ബയോഇൻഫർമാറ്റിക്സ് ആൻഡ് റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ സുവോളജി. ഇതില് മെയിൻ ഹെഡിങ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് അനാലിസിസ് വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. ഇതില് ഈ ടോപ്പിക്സ് ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ റെഫർ ചെയ്യേണ്ട ബുക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ കാർപ്പിന്റെ ബുക്ക് ആണെങ്കിൽ മോളിക്കുലർ ബയോളജി, സൈറ്റോളജി നോക്കാം. ലെനിഞ്ചർ ബയോകെമിസ്ട്രി, ദെൻ എക്കോളജി വർമ്മ ആൻഡ് അഗർവാൾ, ക്യൂബെ ഇമ്യൂണോളജി, ബെഞ്ചമിൻ എപ്പിയസ് ജെനറ്റിക്സ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റെഫറൻസ് ബുക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡിഗ്രി ലെവൽ പഠനം തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വളരെ ബേസിക് ആയിട്ട് തന്നെ ഓരോ ടോപ്പിക്കും പഠിച്ചു തുടങ്ങണം. ബേസ് തറോ അല്ല എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഡിഗ്രി ലെവൽ ബുക്സ് തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എടുക്കാം. എസ്റ്റൺ പബ്ലിക്കേഷൻ, അതേപോലെ തന്നെ സുവോളജിക്കൽ സൊസൈറ്റിയുടെ ബുക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് മുതൽ അത് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാം. HSST കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ടോസ് അക്കാഡമിയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.